ഹായ് മക്കളെ, വെക്കേഷനൊക്കെയാണ്, മഴയൊക്കെയാണ്, എല്ലാവരും വീടുകളിൽ സേഫായിരിക്കുക. +2 ക്ലാസ്സുകൾ ഈ വരുന്ന ജൂൺ 2-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും വലിയ ആകാംക്ഷയോടെ ആയിരിക്കും +2വിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. +2 പഠിക്കുന്ന ഓരോ കുട്ടിക്കും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്കൊരു മ്യൂച്വൽ കോൺവെർസേഷൻ എന്ന നിലയ്ക്കാണ് വീഡിയോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. സോ ജെസി, +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് +1ൽ നിന്ന് മാറിയിട്ട് ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതായത് ഏത് സബ്ജക്റ്റാണ് അവരെ കുഴപ്പിക്കാൻ പോകുന്നത്? എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെ പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്ത് തന്നെയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ കുട്ടികളെ ഏറ്റവും കുഴപ്പിച്ചത് കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സും ആയിരുന്നു. അതിൽ കുട്ടികളുടെ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ടഫായിട്ട് തോന്നിയതും ഫിസിക്സ് തന്നെയായിരുന്നു. എന്തായിരിക്കാം അതിനൊരു കാരണം എന്ന് പറയുന്നത്? അതായത് രണ്ട് സബ്ജക്റ്റുകൾ പ്രധാനമായും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്നപ്പോഴും ഫിസിക്സ് കൂടുതൽ അവർക്ക് പണി തരാനുള്ള പ്രധാന കാരണം ഫിസിക്സ് ആയിരുന്നു ഒന്നാമത്തെ പരീക്ഷ. അപ്പൊ ആദ്യത്തെ പരീക്ഷ തന്നെ അവരുടെ കൈവിട്ട് പോകുമ്പോൾ ഒരു അവസ്ഥ ബാക്കിയുള്ള പരീക്ഷകളെ വലിയ രീതിയിൽ ബാധിച്ച ഒന്നായിരുന്നു. സോ അതാണ് തീർച്ചയായും ഒരു കോൺഫിഡൻസ് വലുതായിട്ട് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള പരീക്ഷകളും ഞാൻ ഇത്രത്തോളം പഠിച്ചിട്ടും എനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കാതെ പോകുമോ എന്നുള്ള ടെൻഷൻസ് ഒക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. സോ അതിനാലാണ് പ്രധാനമായും ഫിസിക്സ് വലിയൊരു പണിയായിട്ട് കുട്ടികൾക്ക് മാറിയത്. ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞപ്പോൾ പലരും സോഷ്യൽ മീഡിയാസിലൊക്കെ ഇട്ട കമന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കുക്ക്ഡ് വെൽ, കെമിസ്ട്രി ഫ്രൈഡസ് എന്നുള്ള കമന്റുകളാണ് പല കുട്ടികളും ഇട്ടത്. സോ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് അവർക്ക് മാറിയിട്ടുണ്ടാവുക? അതിലെ ഇപ്പൊ കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ മന്ത്രിയുടെ പത്രസമ്മേളനമൊക്കെ ഈ എക്സാമിനേഷൻ മുമ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ മറ്റൊന്നുമല്ല, നമ്മുടെ വരുന്ന എക്സാമിനേഷൻ ഒക്കെ എന്താണ് ഇനിയും പാടാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ആ പഴയ പോലെ വാരിക്കോരി A+ കൊടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ തന്നെ കണ്ടതാണ് അല്ലേ. എൻഡിയറിൽ ഭയങ്കര ഡിഫറൻറ്റ് ആണ്. 9,000 ഫുൾ A+ എണ്ണത്തിലാണ് കുറവ് വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും എക്സാമിനേഷൻ എന്താണ് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മാത്രമേ നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കത്തുള്ളൂ. ആ രീതി തന്നെയാണ് ഇപ്പൊ നമ്മുടെ എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ പുറത്തുനിന്ന് വേറൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ സിലബസിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നില്ല. ആദ്യം മുതലേ പഠിച്ച് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ എക്സാമിനേഷനിൽ നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കത്തുള്ളൂ. പിന്നീട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതേ 10 വർഷം വരെ അവരോട് ചോദിച്ച ആ ഒരു എക്സാം പാറ്റേണിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവരവിടെ എന്ത് ചെയ്ത് അപ്രോച്ച് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു പാനിക്കും അതിൻ്റെ ഒരു വിഷമവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾ എന്ത് ചെയ്തു, എക്സാമിൽ വെച്ച് മറന്നുപോയി. അതാണ് ഫിസിക്സ് അത്രയേറെ പാടാൻ കാരണം. അതാ മക്കളെ, ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു certain amount of questions നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അറിയുന്ന ഡെറിവേഷൻസും അറിയുന്ന ചോദ്യങ്ങൾ പോലും എഴുതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കുറവും നിങ്ങൾ കൂടുതൽ പരീക്ഷകളെ പ്രോപ്പർലി ഫേസ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ് കാണുന്നത്. നമുക്ക് അതിനൊരു പരിഹാരം എന്തായിരിക്കും സാർ കൊടുക്കുന്നത്? തീർച്ചയായും അതിന് എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായ പരിഹാരമുണ്ട്. ഇപ്പൊ സാറ് കോട്ട് ചെയ്ത പോലെ തന്നെ ചോദ്യങ്ങളൊന്നും സിലബസിന് പുറത്തുള്ള ചോദ്യങ്ങളല്ല, മറിച്ച് സ്ഥിരമായി കണ്ടുവരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല ചോദ്യ പേപ്പറിൽ കണ്ടത്. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് പല കുട്ടികൾക്കും പരീക്ഷ നേരാവണ്ണം എഴുതാൻ സാധിക്കാത്തത് പോയതും ഇത്ര തന്നെ വിജയശതമാനത്തിൽ കുറവ് വന്നതും ഇത്ര തന്നെ ഏകദേശം 10,000-ഓളം ഫുൾ A+ എണ്ണത്തിലും കുറവ് വരാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. സോ ഇത് ക്രാക്ക് ചെയ്യാനുള്ള വലിയൊരു കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ചോദ്യങ്ങളെ പറ്റി അവബോധം ഉണ്ടാവണം. ഇപ്പൊ ഈ ഇടയിൽ ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ ഫുൾ മാർക്ക് നേടിയ നമുക്ക് കുട്ടികളുടെ എണ്ണം 5ഓളം ഉണ്ട്. സോ അതിൽ ഒരു കുട്ടിയുമായിട്ട് നമ്മളൊരു വീഡിയോ കോൺഫറൻസിൽ നമ്മളൊരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ എടുത്തത് ഞാനും മാധവ് സാറും കൂടിയിട്ടാണ് ഇന്റർവ്യൂ എടുത്തത്. കുട്ടിയോട് കൃത്യമായി ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, സാർ PYQs എല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്തു, അതിനപ്പുറം ഈ പറയുന്ന ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിക്ക് നല്ല ധാരണയായിരുന്നു PYQs മാത്രമല്ല പരീക്ഷയ്ക്ക് വരിക. സോ കുട്ടി കൃത്യമായിരുന്ന് സ്ഥലത്തിന് അഗ്നി ബാച്ചിനകത്ത് ഈ ടോപ്പർ സീരീസ് എന്ന് പറയുന്ന സീരീസ് ഉണ്ടായിരുന്നു. NCERT ക്വസ്റ്റ്യൻസും അഡീഷണൽ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നമ്മൾ ടോപ്പർ സീരീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുട്ടി കുത്തിയിരുന്നു പഠിച്ചു. അപ്പൊ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കുട്ടി പ്രിപ്പയർ ചെയ്തു. ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി നമ്മുടെ പാറ്റേൺ ഒക്കെ മാറുകയാണ്. പക്ഷെ അവർ ചെറിയൊരു കുഴപ്പം എന്താണെന്നറിയോ, മോഡൽ എക്സാമിനേഷൻ എളുപ്പമായി കാണും. അപ്പൊ കുട്ടികൾ എഴുതി എന്താണ് മുമ്പത്തെ പോലെ എക്സാമിനേഷൻ ചോദിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് പിന്നീട് ആ രീതിയിൽ പഠിച്ചത്. പക്ഷെ എന്താ വെച്ചാൽ ഈ ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയപ്പോൾ അത്യാവശ്യം ബോധമുള്ള കുട്ടികളെല്ലാവരും, അതായത് ക്രിസ്മസ് എക്സാമിന് ശേഷവും ഞങ്ങൾക്ക് പണി തരാൻ പോവാണ്, ഷിഫ്റ്റ് ചെയ്തു. തീർച്ചയായും മോഡൽ എക്സാം എത്ര തന്നെ എളുപ്പമാണെങ്കിലും ഇനിയും ക്വസ്റ്റ്യൻ പാറ്റേൺസ് മാറാം. ആ ഒരു ട്വിസ്റ്റിംഗ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് അത്യാവശ്യം തിരിച്ചറിവുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും നന്നായി തന്നെ ക്രിസ്മസിന് ശേഷം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഫുൾ മാർക്ക് നേടിയ കുട്ടി കൃത്യമായി തന്നെ ക്രിസ്മസ് എക്സാമിന് ശേഷം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും പ്രാക്ടീസ് ചെയ്തത്. സോ അവർക്ക് ഈ ചോദ്യങ്ങളൊന്നും പുത്തരിയായിരുന്നില്ല. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് എളുപ്പത്തിൽ കോൺഫിഡന്റ് ആയി തന്നെ അപ്രോച്ച് ചെയ്യാം എന്ന മെന്റാലിറ്റിയോട് കൂടിയാണ് പല കുട്ടികളും പരീക്ഷയെ അപ്രോച്ച് ചെയ്തത്. അതായത് നമ്മൾ തുടക്കം മുതലേ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യനും അതുപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഫിസിക്സിന് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്
പ്ലസ് 1 പഠിക്കുന്ന ചാപ്റ്റർ ഒന്നും അല്ലല്ലോ നമ്മൾ പ്ലസ് 2 വലിയ കാര്യം അത് തന്നെയാണ്. അതായത് പ്ലസ് 1 നമ്മൾ മെയിൻലി മെക്കാനിക്സിലും ഡൈനാമിക്സിലും അതുപോലെ തന്നെ തെർമലിലും തെർമോഡൈനാമിക്സിലും ഒക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് പ്ലസ് 2 വരുമ്പോൾ കാര്യം അങ്ങ് മാറുവാണ്. മോഡേൺ ഫിസിക്സ് വരികയാണ്, അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരികയാണ്, ഇലക്ട്രിസിറ്റി വരികയാണ്, മാഗ്നറ്റിസം വരികയാണ്. ഇത്ര നാൾ നീ കണ്ടിട്ടില്ലടാ, കണ്ടത് പഠിക്കുന്ന സമയത്ത് നീ ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് എന്ന രീതിയിലാണ് നമ്മൾ പഠിത്തം പോകുന്നത്. കണ്ടിട്ടുണ്ടോ? ഇല്ല. പിടിച്ചു നോക്കുമ്പോൾ ഷോക്ക് അടിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നല്ല ഒരു സാർ പറഞ്ഞ പോലെ ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും, അതുപോലെ ഡെറിവേഷൻ നോക്കുകയാണെങ്കിൽ എണ്ണത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകുന്നു. അവിടെ നമ്മൾ ഒരു 50 പഠിച്ച് ഇവിടെ 60 കൂടുതൽ ഡെറിവേഷൻസ് വരുന്നുണ്ട്. പിന്നെ വേറെ ഒരു ചാപ്റ്റർ ഉണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്. ഏകദേശം 12 മാർക്കുള്ള 8 to 12 മാർക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഒരു ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡയഗ്രാം ഒക്കെ കുറേ ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈഹാർട്ട് ചെയ്യണം. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? തീർച്ചയായും ബൈഹാർട്ട് ചെയ്യുന്നത് ഇപ്പൊ സാർ ബൈഹാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ ബൈഹാർട്ട് മീൻസ് സയൻസിലുള്ള വിദ്യാർത്ഥികൾക്ക് പൊതുവെ അല്ലെങ്കിൽ ഇവിടെയുള്ള ടീച്ചേഴ്സ് ഒരിക്കലും ഇത് മനപ്പാഠം പഠിക്കണമെന്ന് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാറില്ല. മറിച്ച് ഈ കോൺസെപ്റ്റുകൾ മനസ്സിലായി. ഇപ്പൊ ഡെറിവേഷൻസ് ആണെങ്കിൽ ഒരു 20ഓളം അല്ലെങ്കിൽ 18ഓളം സ്റ്റെപ്പുകൾ വരുന്ന ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ തന്നെ ഒരു 40 കൂടുതൽ ഡെറിവേഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു സിലബസ് ആണ് പ്ലസ് 2 ഉള്ളത്. സോ അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായി ഓരോ സ്റ്റെപ്പുകളും എണ്ണമിട്ട് പഠിപ്പിക്കാൻ പലരും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. കാരണം ഓരോ എണ്ണവും നിങ്ങൾക്ക് കൃത്യമായി കണക്ഷൻ നിങ്ങൾക്ക് ബോധ്യമാവും. ഒന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തതിലോട്ട് എങ്ങനെയാണ്, 2ൽ നിന്ന് 3ാമത്തതിലോട്ട് എങ്ങനെയാണ്, ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മനപ്പാഠം പഠിക്കേണ്ടി വരില്ല, മനസ്സിലാക്കി തന്നെ എഴുതാൻ സാധിക്കും. സോ ആ രീതിയിൽ വേണം ഡെറിവേഷൻസിനെയും ക്വസ്റ്റ്യൻസിനെയും നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യാൻ. സോ അതിന് അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും എടുക്കുക. എല്ലാവരും അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കും, എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എല്ലാവരും എടുക്കാം. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാം. എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. സ്കൂളിലെ ക്ലാസ് ഗംഭീരമാണ്, എനിക്ക് എല്ലാ സബ്ജക്റ്റുകളും ഒരുപോലെ മനസ്സിലാവുന്ന കുട്ടിയാണ് ഞാനെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും നിങ്ങൾക്ക് അത്രയും ബ്രില്യൻ്റ് ആയ കുട്ടിയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾ 100% കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണ്ട. ഇനി അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീതിങ്ക് ചെയ്യണം. ഇതുകൊണ്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുമോ? അങ്ങനെയുള്ളവരെ ഉറപ്പായി ഞങ്ങൾ എന്ത് ചെയ്യാണ്, സ്വാഗതം ചെയ്യാണ്. തീർച്ചയായും അതായത് എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും എനിക്ക് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കോർ സബ്ജക്റ്റുകളിൽ ചെറിയ പാളിച്ചകൾ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. സോ അതൊക്കെ എനിക്ക് തിരുത്തണം എന്നൊക്കെ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായും അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബോർഡ് എക്സാം പ്രിപ്പറേഷനിലുപരി അതിന്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽസിന്റെ കൃത്യമായ ക്ലാസ്സുകളും കൃത്യമായ റെക്കോർഡഡ് ക്ലാസ്സുകളും നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇംപ്രൂവ്മെന്റ് ഇനി അടുത്തായിട്ട് നിങ്ങൾ നേരിടാൻ പോകുന്ന പരീക്ഷയാണ് പ്ലസ് 1 ഇംപ്രൂവ്മെന്റ്. സോ അതിന്റെ ക്ലാസ്സുകൾ അഗ്നി ബാച്ചിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. സോ അതിനാൽ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. ഇനിയും ലേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പുറകോട്ട് പോവുകയാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. സിമിലർ മറ്റൊരു കാര്യം കോട്ട് ചെയ്യാനുള്ളത്, സാർ കഴിഞ്ഞ വർഷത്തിലേക്ക് കമ്പയർ ചെയ്യും ഈ വർഷം ഈ ഫുൾ മാർക്കുകളുടെ എണ്ണത്തിൽ വലിയൊരു ഇടിവുണ്ട്. ഇത്തവണ എല്ലാ സ്ട്രീമുകളും, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എല്ലാം കൂടി, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസ് എല്ലാം കൂടി ചേർത്ത് 41 കുട്ടികൾക്ക് മാത്രമേ ഫുൾ മാർക്കുള്ളൂ. 110 ഫുൾ മാർക്കുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ അത് 40 പകുതിയിൽ കുറവായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പഠിക്കാത്തതിന്റെയും ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നതിന്റെയും തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ആ 41 നിങ്ങൾ നേടാൻ, അല്ലെങ്കിൽ സയൻസിന് എണ്ണം എടുക്കുകയാണെങ്കിൽ മേ ബി 30-ൽ താഴെ അല്ലെങ്കിൽ 30ഓളം ആയിരിക്കും. ആ 30ഓളം എണ്ണത്തിൽ നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെടാനുള്ള ശ്രമമായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത്. കാരണം 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ നേടിയാൽ നാട്ടിലൊരു ഫ്ലെക്സ്, കുറേ ട്രോഫി, റൈറ്റ്, ആ വൈബായിരുന്നു. പക്ഷേ പ്ലസ് 2ലോട്ടൊക്കെ വരുമ്പോൾ ഈ ഫുൾ മാർക്കിന് മാത്രമേ വിലയുള്ളൂ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് കൃത്യമായി തന്നെ പഠിക്കുക, ഗംഭീരമായി പഠിക്കുക. സൈലം കൂടെയുണ്ട്. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് സീറ്റുകൾ ഉറപ്പിക്കുക. ഇനിയും വൈകിപ്പിക്കരുത്. അല്ലേ സി? അതെ. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ബൈ.